കഴിഞ്ഞിട്ട് കുറേ ദിവസമായില്ലേ, പിന്നെന്താ ഇത്ര കേമമായിട്ടൊരാഘോഷം? മോനോടൊപ്പം ഓണം ആഘോഷിച്ചിട്ട് അത്ര കാലമായി. ഇന്നാ ഞങ്ങളുടെ ഓണം. അല്ല ഏട്ടാ, ഏട്ടനതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യാറില്ലേ? ഞങ്ങൾ ഈ പട്ടാളക്കാരെന്ന് പറഞ്ഞാൽ നാടും വീടും ഓരോ നിമിഷവും മറക്കാതെ സൂക്ഷിക്കുന്നവരാ. ചിലപ്പോഴൊക്കെ ആരും കാണാതെ കരയും. നാടിന് വേണ്ടിയല്ലേ എന്ന് ഓർക്കുമ്പോൾ ആ സങ്കടമൊക്കെ അങ്ങ് മാറും. പട്ടാളക്കാരനായ അതൊരു അഭിമാനമാണ്. അയ്യടാ, അത് ഇയാൾക്ക് മാത്രമല്ല, ഓരോ പട്ടാളക്കാരന്റെയും വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ ഉണ്ട് ആ അഭിമാനം. അങ്ങനെയുള്ളവർ വരുമ്പോഴല്ലേ ശരിക്കും ആഘോഷിക്കേണ്ടത്. സ്നേഹ ആൻഡ് ഫാമിലി സൂപ്പർ. നമ്മളൊരു ഓണം ഒക്കെ കണ്ട ഒരു ഫീൽ ആയിരുന്നു. പിന്നെ ഇത് ആരൊക്കെയാണ് പരിചയപ്പെടുത്ത ഫാമിലിനെ? ഇത് അമ്മ, ഇത് സ്നേഹയുടെ അമ്മ, അത് അച്ഛൻ, അമ്മയുടെ ചേച്ചി, ഓക്കെ, പേരപ്പൻ, മോൻ. ശരിക്കും പട്ടാളത്തിലാണോ? അല്ലല്ല. ആരെ എന്താ പേര്? സിദ്ധാർത്ഥ്. എന്ത് ചെയ്യുന്നു സിദ്ധാർത്ഥ്? ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, വർക്ക് ചെയ്യുക. ഗുഡ്. അച്ഛൻ ആദ്യമായിട്ടല്ലേ ഫ്ലോറിൽ വരുന്നത്? ആദ്യമായിട്ടാണോ വരുന്നത്? ഇങ്ങോട്ടേക്ക് ഫസ്റ്റ് ടൈം ആണോ വരുന്നത്? അല്ല, രണ്ടാമത്തെ തവണ വരുന്നത്. അച്ഛൻ എന്താ ചെയ്യുന്നേ? ഞാൻ ബാംഗ്ലൂരാണ്, അവിടെ ജോലി ചെയ്യാണ്. ഓക്കെ, അമ്മയുടെ അമ്മയാണ് സംസാരിക്കേണ്ടത്. അമ്മയുടെ പേരെന്താണ്? ബിന്ദു. ബിന്ദു. ഇപ്പൊ എത്ര സാരികൾ പോയി? ഇനിയില്ല സാരി, ഈ ഒരു സാരിയേ ഉള്ളൂ. ഇത് ഞാൻ കടം പേരമ്മയുടെ സാരി എടുക്കാൻ തുടങ്ങി. ആണല്ലേ? അല്ല, ഞാനൊരു ഇതിന്റെ ഇടയ്ക്ക് ഒരു തമാശ പറഞ്ഞോട്ടെ. പാറു, നിനക്കും കൂടെ അറിയാൻ വേണ്ടി. മഞ്ചരി കേട്ടോ. ശ്യാം സാറിന് ഇവള് പാടിയിട്ടുണ്ടല്ലോ. അപ്പൊ എൻ്റെ അടുത്ത് സാർ ഇങ്ങനെ പറഞ്ഞിട്ട് അത് ആ കുട്ടിക്ക് പാടി ഭയങ്കര ഈ ലോകം കീഴടക്കണം എന്നുള്ള ആഗ്രഹമുള്ള ഒരു പൊണ്ണുതാ അത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി സാർ, നമ്മളതൊക്കെ ചെയ്തു. അപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് സാറ് പറഞ്ഞു, ഇത് ആൽബത്തിനൊരു പേര് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ പറയാം, സാർ പറ, നമുക്കത് സെറ്റപ്പാക്കാം, അത് കൊടുത്ത് ഡിസൈൻ ചെയ്യിക്കാമെന്ന് പറഞ്ഞു. സാർ എന്താ പേര്? ബിന്ദുവിൻ കനവുകൾ. ഞാൻ പറഞ്ഞു ബിന്ദുവിൻ കനവുകൾ. ഓക്കെ, അപ്പോൾ ഇവിടെ പേര് ബിന്ദു ആണല്ലോ, ഞാൻ ചെയ്യാം. അപ്പം ഞാൻ വന്ന് ഇവിടെ തിരക്കുമ്പോൾ പിന്നെ അറിയുന്നത് ബിന്ദു എന്നുള്ളത് അമ്മയുടെ പേരാന്ന്. ഞാൻ സാറിൻ്റെ അടുത്ത്, സാർ അത് അമ്മയുടെ പേരാ, ബിന്ദു എന്നുള്ളത്. അപ്പടിയാ, സ്വല്ലവേ ഇല്ല. ഞാൻ പറഞ്ഞു പിന്നെ ആ ടൈറ്റിൽ ഒരു സുഖമില്ലാത്ത പേര്. ഞാൻ പറഞ്ഞു മാറ്റി, പിന്നെ എല്ലാം കൊണ്ട് പാടിച്ച്. എന്തൊക്കെയാലും അപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ, അല്ലേ? അപ്പൊ കണ്ടതിൽ സന്തോഷം കേട്ടോ. അമ്മ അച്ഛനെ നമ്മൾ അവിടെ കണ്ടു. ഇത് ഇങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോഴൊന്നും സംസാരിക്കത്തില്ല. അച്ഛനൊന്നും മിണ്ടില്ലേ? അച്ഛൻ ഇൻട്രോവേർട്ട് ആണോ അച്ഛാ? അല്ല, എന്റെ പേര് സൈമൺ. എല്ലാവരും വന്നാൽ കണ്ട സന്തോഷം. ഫ്ലോറിൽ ആദ്യമായിട്ടാണ് വരുന്നത്. വളരെ നല്ലത്. വളരെ നല്ലൊരു ഫ്ലോറാണ്. കളർഫുൾ ആയിട്ടുള്ളൊരു ഫ്ലോർ. അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എനിക്ക് പേടിയായിരുന്നു കേറാന്. എന്തിനാ? പക്ഷെ എന്നിട്ട് അമ്മ കേറിയപ്പോ അത്രയും പേടിച്ച പോലെ ഇല്ല. അതെ, അപ്പഴേ പറഞ്ഞില്ലേ ഇത്രയൊക്കെ ഉള്ളൂ. ഇല്ലാന്ന് മനസ്സിലായി. നിങ്ങളൊന്നും അത്രയൊന്നും ഇല്ലാന്ന് മനസ്സിലായി. അമ്മയുടെ ചേച്ചിയോ? ചേച്ചി അസാധ അഭിനയമായിരുന്നു, തകർത്ത്. അല്ലല്ലേ, ആദ്യമായിട്ടാണ് മൊബൈലും കൊണ്ട് ഒരാൾ തിരുവാതിര കളിക്കുന്നത് കാണുന്നത്. അതിന് സന്തോഷം. എന്താ അമ്മയുടെ ചേച്ചിയുടെ പേര്? പുഷ്പ. നമ്മള് പേരപ്പനോട് മാത്രം പേരപ്പനോട് സംസാരിക്കാം നമുക്ക്. എന്റെ പേര് പ്രസന്നകുമാർ. ഞങ്ങൾ എല്ലാവരും അബുദാബിയിലായിരുന്നു. ഇപ്പൊ വന്നിട്ട് കുറച്ച് 5-6 വർഷം ആയിട്ടുള്ളൂ. അതാണ് വിശേഷം. എന്ത് ചെയ്യായിരുന്നു അബുദാബിയില്? അബുദാബിയിൽ ഒരു ഇൻഷുറൻസ് കമ്പനിയിലായിരുന്നു. ഇൻഷുറൻസ് കമ്പനി. വൈഫ് ഒരു ഓയിൽ കമ്പനിയിലായിരുന്നു, പുഷ്പ. ഓക്കെ. മോനും അവിടെ പഠിക്കുകയായിരുന്നു. ഓ, ആണോ? 10ാം ക്ലാസ്സിലായപ്പോഴും ഇങ്ങോട്ട് വന്നത്. സ്നേഹ അബിനയിക്കാൻ വിളിച്ചപ്പോ തന്നെ റെഡി ആയിരുന്നോ പേരപ്പൻ? ഓ, റെഡി ആയിരുന്നു. നമ്മള് സ്റ്റേജിലൊക്കെ കേറിയിട്ടുണ്ട്. അബുദാബിയില് സ്റ്റേജിലൊക്കെ കേറിയിട്ടുണ്ട്. അതിന് കുഴപ്പമില്ല. പാട്ട് പാടാനാണോ അതോ? പാട്ട് പാടാനല്ല, അസോസിയേഷനിലെ പ്രസിഡന്റ് സെക്രട്ടറി ആയിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ടൊക്കെയാണ്. അപ്പോ താങ്ക് യു സോ മച്ച് എല്ലാരും സ്നേഹനെ സപ്പോർട്ട് ചെയ്യാൻ വന്നതില്. താങ്ക് യു. ഇടയ്ക്കൊക്കെ വരണേ. ഓക്കെ, ഒരു വലിയ കൈയടി. അടിപൊളി അടിപൊളി. ഓക്കെ, അപ്പൊ നമുക്ക് ജഡ്ജ്മെന്റിലേക്ക് പോവാം. ചേച്ചി സ്നേഹ മോളെ സെലക്ഷൻ, ഉഗ്രൻ സെലക്ഷൻ. എല്ലാ ഓണത്തിനും മലയാളികൾ എല്ലാവരും എടുത്ത് പാടുന്ന ഒരു പാട്ടാണ് ഈ പാട്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് പറയൂ. മൂവി തിരുവോണം. ലിറിക്സ് എഴുതിയിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പി സർ.
മ്യൂസിക് ചെയ്തിരിക്കുന്നത് MK അർജുനൻ മാഷ്, ആ പാടിയിരിക്കുന്നത് വാണിയമ്മ. ആ എക്കാലത്തെയും ഓണപ്പാട്ട് എന്ന് പറയുമ്പോൾ തിരുവോണപ്പുലരി. ഇതറിയാത്തതായിട്ട് ആരുമില്ല. നമ്മൾ ഓണത്തിന് ഈ പാട്ടില്ലാണ്ടൊരു ഓണം കടന്നു പോയിട്ടില്ല മലയാളിക്ക്. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ട്. മോളെ ഉഗ്രൻ സെലക്ഷൻ. നന്നായി പാടി, നന്നായിട്ട് തന്നെ പാടി. എനിക്കിതിൽ ആ തുടക്കത്തിലുള്ള മാത്രമാണ് കുറച്ചൊരു സ്പീഡ്, ഒരു വെപ്രാളത്തിൽ ഇവിടെയാണോ തുടങ്ങണ്ടേ, എന്നാ തുടങ്ങിക്കളയാം എന്നുള്ളൊരു മട്ടിൽ പോയത് ആ ഒരു സ്പീഡ്. അല്ലാതെ നമ്മൾ നന്നായി തന്നെ പാടി. എനിക്ക് തുടക്കം മാത്രമാണ് എനിക്ക് തോന്നിയത്. അതൊന്ന് കൃത്യമാക്കുന്നോ? ഗുഡ്. പക്ഷെ എന്നാലും ഇവിടെ ഒരു ശ്വാസം തടസ്സം തോന്നുന്നുണ്ട്. ഞാനിങ്ങനെ ഇപ്പോൾ തീർന്നു പോകുമോ ശ്വാസം എന്ന് പേടിച്ച് നിൽക്കുക. കാരണം ആ വോയിസ് പോകുമ്പോഴത് ശ്വാസം തീരുന്നത് ഫീൽ ചെയ്യുന്നുണ്ട് മോള്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് അത് ഹാൻഡിൽ ചെയ്യണം. എന്തായാലും ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. താങ്ക് യു ചേച്ചി. ശരത് സാർ. സ്നേഹ, സർ. നല്ല ഐശ്വര്യമുള്ളൊരു പാട്ട്, നന്നായിട്ട് തന്നെ പാടി സ്നേഹ. താങ്ക് യു സർ. സ്നേഹയ്ക്ക് തൊണ്ടയടപ്പുണ്ടല്ലേ, മൂക്കും എല്ലാം അടഞ്ഞു. അത് കുഴപ്പമില്ല, അത് ആ മുകളിൽ പാടുമ്പോൾ മറ്റേതൊക്കെ വെച്ച് കീറുന്നതാണ് സ്നേഹ. അത് കുഴപ്പമില്ല, അത് അഡ്ജസ്റ്റ് ചെയ്ത് പാടിയല്ലോ, അതിന് തന്നെ ഒരു. എനിക്കാകെ ഉള്ള ഈ ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി അതിന് കുറച്ചും കൂടെ സന്തോഷം ആയിക്കൂടെ? അത് മാത്രം ഒന്ന് പാടാമോ? നൈസ് 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 നൈസ്. അപ്പോൾ അത് നോക്കിയാൽ മതി, വേറെ ഒന്നുമില്ല. നന്നായിട്ട് തന്നെ പാടി. മുകളിലുള്ള പോർഷനൊക്കെ ശബ്ദമില്ലെങ്കിലും അത് ഒരു കുഴപ്പവും കൂടാതെ പാടി അവസാനിപ്പിച്ചു. അതിലും കുറേ സന്തോഷം. എന്തായാലും തൊണ്ടയടപ്പൊക്കെ മാറട്ടെ. നമ്മുടെ ഫിനാലെ വരികയാണ്. തൊണ്ട അടച്ചവരെയും കൊണ്ട് പോയാൽ നമ്മൾ കിടന്ന് വലയും. ഷോയ്ക്കാണ് അത് ചീത്തപ്പേര്. അതുകൊണ്ട് പ്ലീസ് എല്ലാവരും അവരവരുടെ ശരീരം നോക്കിക്കൊള്ളുക. ശരീരമാദ്യം ഖലു ധർമ്മസാധനം എന്നാണ്. ശരീരം നോക്കിക്കൊള്ളുക കേട്ടോ. പാട്ട് നന്നായിട്ട് തന്നെ പാടി സ്നേഹ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. സ്നേഹ നന്നായിട്ട് പാടി സ്നേഹ. താങ്ക് യു സർ. ഞാനും എഴുതി വെച്ചത് ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. പിന്നെ ഉത്രാടം, നമ്മളിപ്പോൾ ഈ ഓണം ടൈമിൽ നമ്മൾ ആരെങ്കിലും ക്ഷണിച്ചിട്ടോ അല്ലെങ്കിൽ ഈവൻ ഓണം റിലേറ്റഡ് ആയിട്ട് ഏതെങ്കിലും ഫംഗ്ഷന് നമ്മൾ പോവുകയാണെങ്കിൽ പോലും അവിടെ ചിരിക്കാത്ത ഒരാൾ നമ്മൾ കാണില്ല. എല്ലായിടത്തും സന്തോഷവും, എല്ലാവരും സാരിയൊക്കെ എടുത്ത് ഭയങ്കര പോസിറ്റിവിറ്റി, ഭയങ്കര ഹാപ്പിനെസ് ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി അവിടെയൊക്കെ കുറച്ചുകൂടെ ഹാപ്പിനെസ്, അതാണ് ആ ഒരു ഫീലിംഗ് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നാണ് എനിക്ക് തോന്നിയത്. ബാക്കി ഒരുപാട് സ്ഥലങ്ങൾ ഭയങ്കര രസമുണ്ടായിരുന്നു സ്നേഹ. പിന്നെ എക്സ്ട്രീം ഹൈസ് പോകുന്ന സമയത്താണ് നമുക്ക് ആ ഒരു സിന്തറ്റിക് ടോൺ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഞാനിങ്ങനെ വിചാരിച്ചു അതിപ്പോൾ വരുമോ, പക്ഷേ എന്തോ ഈ അടപ്പ് അതിനെ അങ്ങ് കംപ്രസ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഒരു കുഴപ്പമില്ലാതെ നല്ല സ്മൂത്തായിട്ട് തന്നെ പോയി. കുറച്ചുകൂടെ ചിരിച്ച് പാടാമായിരുന്നു. പിന്നെ ഈ ഹോൾ ആക്ട് സ്നേഹയുടെ ഫാമിലിക്ക് ഒരു വലിയൊരു കയ്യടി നമ്മൾ കൊടുക്കണം. ഭയങ്കര രസമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഓണം ടൈം എന്നൊക്കെ പറയുന്നത് എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ള ഒരു ടൈം കൂടിയാണ്. കാരണം എൻ്റെ ഒരു പാട്ടിന് ഒരു റൗണ്ട് കൂടെ കിട്ടുന്ന ഒരു ടൈമാണ്. എസ്പെഷ്യലി ഇത് നോക്കിയേ, 1975 ഈ പാട്ട് ഇറങ്ങിയത്. ഇപ്പോഴും ഓണത്തിന് ഇത് പാടുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഈ പാട്ടുകളുടെ ഒരു ലോഞ്ചിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും സ്നേഹ അടിപൊളിയായിട്ട് തന്നെ പാടി. ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. പാട്ടിൻ്റെ ഫീലിംഗ് ഒന്ന് ചിരിച്ച് പാടുക, ഹാപ്പിനെസ്, ഓണം, അതൊക്കെ കേട്ടോ. ദാറ്റ്സ് ഇറ്റ്. ഓൾ ദി ബെസ്റ്റ്. ചേച്ചി സ്നേഹ, പാറു, ഈ കോമ്പിനേഷനിലെ എനിക്കൊരു വരി ഓർമ്മ വന്നു. പാടാത്ത വീണയും പാടും പ്രേമത്തിൻ ഗന്ധർവ വിരൽ തൊട്ടാൽ, പാടാത്ത മാനസ വീണയും പാടും, പാടാത്ത വീണയും പാടും പ്രേമത്തിൻ ഗന്ധർവ വിരൽ തൊട്ടാൽ, പാടാത്ത മാനസ വീണയും പാടും, പാടാത്ത വീണയും പാടും. 9.3. താങ്ക് യു ചേച്ചി. സർ
9.3. താങ്ക് യു സർ. ഷാനിക്ക? ഹേ സ്ത്രീ ഓക്കെ, സോ ടോട്ടൽ 18.6. സൂപ്പർ. ഓക്കേടാ.